സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥന്റെ പേര് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. PM നിയാസിന്റെ എതിർപ്പിന് പിന്നിൽ KC വേണുഗോപാൽ. ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൈമാറിയതും ഇതിന്റെ ഭാഗമെന്ന് സൂചന. മുഖ്യമന്ത്രിയെ മറികടന്നാണ് ആഭ്യന്തരമന്ത്രിക്ക് PM നിയാസ് പരാതി നൽകിയത്. വിവരങ്ങളുമായി മേഘാമാധവൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മേഘ, എല്ലാ നിയമനങ്ങളിലും വി.ഡി. സതീശൻ ഇടപെടുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം ശേഷാദ്രിനാഥനെ കമ്മീഷണറായി നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ. ഇത് മനസ്സിലാക്കിയിട്ടാകണം KC വേണുഗോപാൽ PM നിയാസിനെ കൊണ്ട് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയെ മറികടന്ന് പരാതി നൽകിയതിൻ്റെയും പിന്നിൽ വേണുഗോപാൽ തന്നെയാണ്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആണെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സതീശന്റെ തീരുമാന പ്രകാരമാണ് മന്ത്രിസഭ ശുപാർശ ഗവർണർക്ക് കൈമാറുന്നത്. അതിൽ വലിയ അതൃപ്തി പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നു. അതിൽ KC വേണുഗോപാൽ ഉൾപ്പെടെ വലിയ അതൃപ്തിയിലാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ്, അതായത് KC വേണുഗോപാലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. PM നിയാസാണ് ആദ്യം ഈ വിഷയത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. അത് ചെറിയൊരു വിമർശനത്തിൽ ഒതുങ്ങിപ്പോകുന്നതായിരുന്നില്ല. 2 ദിവസം തുടർച്ചയായി ഈ വിഷയത്തിൽ കൃത്യമായി മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM നിയാസ് പറയുന്ന കാര്യങ്ങൾ എന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ കുറെ നാളുകളായി RSS അനുകൂല നിലപാടാണ് ശേഷാദ്രിനാഥ് സ്വീകരിച്ചത്. ഈ തീരുമാനവുമായി മുൻപോട്ട് പോയാൽ അത് കോൺഗ്രസിന്റെ സർവനാശത്തിനായിരിക്കും എന്നതുൾപ്പെടെയായിരുന്നു PM നിയാസിന്റെ പ്രതികരണം. കൃത്യമായി അതായത് KC വേണുഗോപാലിന്റെ അതിർത്തി തന്നെയാണ് PM നിയാസിലൂടെ വ്യക്തമാക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒരു വിമർശനം ഉന്നയിച്ച് അതിൽ നിന്ന് പിന്മാറി പോകാൻ PM നിയാസ് തയ്യാറായിരുന്നില്ല. 2 ദിവസം തുടർച്ചയായി മാധ്യമങ്ങളെ കാണുന്നു. ഇന്ന് രാവിലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് തിരുവനന്തപുരത്തെത്തി കണ്ടാണ് ഇപ്പോൾ PM നിയാസ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൂടി, അതായത് മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതും ആ വിയോജിപ്പ് തന്നെയാണ് പ്രകടമാക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സമയങ്ങളിലായി BJPയോട് മൃദു സമീപനം വി.ഡി. സതീശൻ സ്വീകരിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ കൂടിയാണ് ഈ ശേഷാദ്രിനാഥിന്റെ നിയമന ശുപാർശ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്ത് വില കൊടുത്തും, അതായത് PM നിയാസിന്റെ പ്രതികരണം ഈ രീതിയിലായിരുന്നു, എന്ത് വില കൊടുത്തും അത് തടയും, അതിന് ഏതറ്റം വരെ മുൻപോട്ട് പോകും. തുടക്കത്തിൽ KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു, AICC ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായി വി.ഡി. സതീശൻ ഒരു തീരുമാനം എടുക്കുന്നു, അത് മന്ത്രിസഭയെ കൊണ്ട് അനുസരിപ്പിക്കുന്നു. അതിന് പിന്നാലെ ഗവർണറിലേക്ക് തീരുമാനം പോയത് എന്നതാണ് നമുക്ക് ഈ നിലയിൽ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ അതൃപ്തി KC വേണുഗോപാൽ പക്ഷത്തിനുണ്ട്. കാരണം വി.ഡി. സതീശന് താല്പര്യമുള്ള ആളുകളെ, ഇഷ്ടക്കാരെ പലയിടങ്ങളിലായി കൊണ്ടുവരുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ഈ PM നിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും പറഞ്ഞത് 3 സീറ്റ് എന്നുള്ളത് വരും കാലങ്ങളിൽ 30 സീറ്റാക്കി മാറ്റാൻ വേണ്ടിയാണോ ഈ ശേഷാദ്രിനാഥിനെ ആ ചുമതലയിലേക്ക് എത്തിക്കുന്നത്? ഇപ്പോൾ അത് തന്നെയാണ് മേഘ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തുകൊണ്ട് വി.ഡി. സതീശൻ ശേഷാദ്രിനാഥനെ നിയോഗിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെയാണ് PM നിയാസ് ഉന്നയിച്ച വളരെ ശക്തമായ രൂക്ഷമായ വിമർശനം. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? ശേഷാദ്രിനാഥന്റെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള ഈ വാർഡുകളുടെ വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. സ്വാഭാവികമായും സംഘപരിവാറിന് അനുകൂലമായി വാർഡുകൾ പുനർനിർണ്ണയിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ്. അതിൽ കൃത്യമായ അജണ്ട നടപ്പിലാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മേഘ ചൂണ്ടിക്കാട്ടിയതുപോലെ നിയാസ് പറഞ്ഞത് 3 BJP സീറ്റുകളിൽ നിന്ന് 30 സീറ്റാക്കാനുള്ള കരാറാണോ വി.ഡി. സതീശനും സംഘപരിവാറും തമ്മിൽ ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യം അത് തന്നെയാണ് PM നിയാസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്.